സോ വെൽക്കം ബാക്ക് ടു ഉഷാസ് കുട്ടി ലോകം. ഇവിടെ മാങ്ങയും കൊണ്ടുള്ള അച്ചാറാണ്. അപ്പോൾ ഇത് ഞാൻ ഷോർട്സൊക്കെ ആയിട്ടിട്ടായിരുന്നു. മാങ്ങ മൂവാണ്ടം മാങ്ങയാണ്. അപ്പോൾ അത് പഴുത്ത് കഴിഞ്ഞപ്പോൾ പഴുത്ത ഒരു അച്ചാറുണ്ടാക്കി. അപ്പോൾ അതാണ് ഈ വിഷ്വൽസൊക്കെ. പിന്നെ നമ്മുടെ ലെവൽ 1 കഴിഞ്ഞപ്പോൾ ലെവൽ 2 എങ്ങനെയാണ് എന്താണ് എന്നൊക്കെ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വ്ളോഗ്. അപ്പോൾ ലെവൽ 2 ഞാൻ നിങ്ങൾക്ക് ശ്രദ്ധിക്കാൻ പറ്റും, കുറച്ചും കൂടെ ഡീറ്റെയിലിങ് ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് ലെവൽ 1 ഒന്ന് റിഫ്രഷ് ചെയ്യാം. എങ്ങനെയാണ് ലെവൽ 1 തത്ത ഈ ഒരു ബേർഡ് എങ്ങനെയാണ് ഞാൻ ക്രിയേറ്റ് ചെയ്തതെന്ന്. ആദ്യം ഞാൻ ബേസ് ആയിട്ടുള്ള ഒരു ആ തത്തയുടെ ആ ഒരു ബേർഡിൻ്റെ സ്കിൻ ടോൺസാണ് ഞാനത് സ്വാച്ച് ചെയ്ത പോലെ ചെയ്തു. എന്നിട്ട് അത് കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മുടെ ഡീറ്റെയിൽസ് ആഡ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഇതൊരു ഇങ്ങനെ സൈഡിലേക്കുള്ള ഒരു ഫേസ് ആയ കാരണം ഇത്തിരി വളവുമുണ്ട്, പക്ഷെ ഷെയ്ഡും വരും. അപ്പോൾ ഈ ഷെയ്ഡ്സൊക്കെ എങ്ങനെയാണ് വരുന്നത്, ഏതൊക്കെ ഷെയ്ഡ്സാണ് എടുക്കേണ്ടത്, അതൊക്കെയാണ് ഈ കാണിക്കുന്നത്. ബാക്ക്ഗ്രൗണ്ടും അതെ ഒരു സിമ്പിൾ ബാക്ക്ഗ്രൗണ്ടാണ്, വെറുതെ ഒരു ഒരു ബ്ലൂ ഇതിട്ടിട്ട്. ഇതായിരുന്നു ലെവൽ 1. ഇനിയിപ്പോൾ ലെവൽ 2 നമ്മൾ കിടക്കുകയാണ്. ലെവൽ 2 എങ്ങനെയാണെന്ന് വെച്ചാൽ ആ ഫെദറിൻ്റെ സ്കിന്ന് ഭാഗത്ത് ഒരു റെഡിൻ്റെ തന്നെ വേറൊരു ഷെയ്ഡ് വരുന്നുണ്ട്. പിന്നെ ഡാർക്ക് ടോൺസ് ഒന്നും കൂടെ ഡാർക്ക് ആക്കാൻ വേണ്ടി പിന്നെ ബീക്കിൻ്റെ ചുണ്ടിൻ്റെ ഒക്കെ ഗ്രേ കളറ്, ബീക്കും അതെ ഞാൻ കുറേശ്ശെ ഞാൻ ഡീറ്റെയിലിംഗ് ചെയ്തു. പിന്നെ നമ്മുടെ ഫെദറിൻ്റെ ഭാഗത്ത് കുറച്ചൊരു ഷാഡോ പോലെ ആ ബീക്കിൻ്റെ ഷാഡോ വരുന്നുണ്ട്. അതല്ലാണ്ട് തന്നെ ഫെദറിൻ്റെ അതെ കുറച്ച് ചെറിയ രീതിയിലുള്ള ഡീറ്റെയിലിംഗ്, കുറച്ച് കളേഴ്സും അതെ ആഡ് ചെയ്തു, പച്ച കളറ് ആഡ് ചെയ്തു. അത് കഴിഞ്ഞ് പിന്നെ സ്കിന്നിലേക്ക് വന്നു. സ്കിന്നിലേക്ക് ഇതേ ഡാർക്ക് ടോൺ കുറച്ചും കൂടെ റെഡിൻ്റെ ഡാർക്ക്, മെറൂണ്, ബ്രൗണ് അങ്ങനെയൊക്കെ മിക്സ് ചെയ്തിട്ടുള്ള ചെയ്തു. പിന്നെ അത് കഴിഞ്ഞ് ചെയ്തതാണ് കണ്ണിൻ്റെ നമ്മൾ ആക്ച്വലി ഒരു മഞ്ഞ ടോൺ കൊടുത്ത് പച്ച സൈഡ് ഒന്ന് ഷെയ്ഡ് ചെയ്തു. അത് കഴിഞ്ഞ് പിന്നെ ബ്ലാക്ക് ഇതിട്ടിട്ട് അതിൻ്റെ മുകളിൽ വൈറ്റ് ഇട്ടു, വൈറ്റിന് ഗ്രേ ടോൺ കൊടുത്തു ഷെയ്ഡായിട്ട്. ആൻഡ് ഓഫ് കോഴ്സ് ഒരു ഷെയ്ഡ് നിങ്ങൾക്ക് അറിയാൻ പറ്റും. ആൻഡ് ദെൻ വൈറ്റ് പോർഷൻസിൽ ഞാനൊരു വെറുതെ ഒരു വരച്ചിരുന്നേ, ഞാനത് മാറ്റി. ആൻഡ് ഐ ആഡഡ് കളേഴ്സ് ഓഫ് പർപ്പിൾ ആൻഡ് യെല്ലോ. അതെന്താണെന്ന് വെച്ചാൽ ചുളിവുകളാണ്. ആ ഒരു ബേർഡിൻ്റെ വൈറ്റ് എന്ന് പറയുന്നത് ഒരു ചുളിവുണ്ട്. അപ്പോൾ ആ ചുളിവ് റിപ്രസെൻറ്റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ ഡീറ്റെയിലിങ്. അപ്പോൾ ഇതൊക്കെയാണ് ലെവൽ 2 ചെയ്ത കാര്യങ്ങൾ. ഇനി ലെവൽ 3 വരും. അപ്പോൾ ലെവൽ 2 ഫൈനൽ ഇമേജ് എന്ന് പറയുന്നത് ഇത്രയാണ്. അപ്പോൾ ഇത്രയും ഞാൻ ലെവൽ 2 ഞാൻ ചെയ്തു. അപ്പോൾ ഡീറ്റെയിലിംഗ് പതുക്കെ ഇനി ലാസ്റ്റ് ആകുമ്പോൾ ലെവൽ 3 ആകുമ്പോൾ കുറേയും കൂടെ ഡീറ്റെയിലിംഗ് വരും, ലൈൻസൊക്കെ വരും, ഫെദറിൻ്റെ ലൈൻസൊക്കെ വരും. സോ ദിസ് ഇസ് ലെവൽ 2. I hope you like this video. Stay tuned for level 3.